ഇന്ന് ക്രിക്കറ്റ് ലോകത്ത് സഞ്ജുവിന്റെ പേര് പറയാതെ ഒരു ദിവസം കടന്നു പോകുന്നില്ല. IPL ആവേശം തുടങ്ങിയപ്പോഴാകട്ടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആഘോഷിക്കുകയാണ് സഞ്ജുവിനെ സംബന്ധിച്ച തന്റെ ശേഷിച്ച ഏറ്റവും വലിയ ആഗ്രഹത്തിനാണ് വഴിതെളിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 2026-27 സീസണിലെ ഹോം മത്സരങ്ങളുടെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലൂടെ സഞ്ജു സാംസൺ ഒരുപക്ഷെ കടന്നു പോയിട്ടുണ്ടാകും. നിസ്സഹായനായി അന്ന് മടങ്ങേണ്ടി വന്ന സഞ്ജുവിന് ഒരവസരം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. സെപ്റ്റംബർ 27-ന് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന മത്സരമാണ് കാര്യവട്ടത്ത് നടക്കാൻ പോകുന്നത്. ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് ഏകദിന മത്സരം നടക്കാൻ പോകുന്നത്. 2023 ജനുവരിയിലാണ് ഇതിനു മുൻപ് ഇവിടെ ഏകദിന പരമ്പര നടന്നിട്ടുള്ളത്. ഇതിനുശേഷം നടക്കുന്ന ആദ്യ ഏകദിന പരമ്പരയെ വരവേൽക്കാൻ കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരും ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ ഏകദിന മത്സരം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ സഞ്ജുവിന് അതിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന സംശയം പലർക്കും ഉണ്ടാകും. നിലവിൽ സഞ്ജു ഇന്ത്യയുടെ ഏകദിന ടീമിന് പുറത്താണുള്ളത്. എന്നാൽ സഞ്ജുവിന് നറുക്ക് വീഴും എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം. T20 ലോകകപ്പിലെ തകർപ്പൻ പ്രകടനത്തോടെ സഞ്ജു സാംസണെ ഏകദിന ടീമിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ആലോചന ഇന്ത്യൻ ടീം മാനേജ്മെന്റിനുണ്ട് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളെല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. 2027 ഏകദിന ലോകകപ്പിലും ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിലാകും ഇന്ത്യ കളിക്കുക. ഗംഭീർ സഞ്ജുവിനെ വളരെയധികം പിന്തുണയ്ക്കുന്ന കോച്ചാണ്. മാത്രമല്ല നിർണായക മത്സരങ്ങളിൽ സഞ്ജു ചതിക്കില്ല എന്ന ഒരു ചിന്തയും സെലക്ടർമാർക്കിടയിൽ ഇതിനോടകം വന്നു കഴിഞ്ഞു.